ഇതെന്താണിത്? ഓയ്യോ Too much shaking. ഇത് എന്ത് ഡെഡ്ലി എന്നറിയോ ഈ സാധനം? അത് കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയോ ഗൈസ്, ഇത് കണക്ക് എനിക്കൊരു മരണം പറ്റിയിട്ടുണ്ട്. നിങ്ങളെ കേൾക്കണം. ഞാൻ പെയിന്റ് എടുത്ത് കാണിച്ചു തരാം. പെയിന്റ് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പെയിന്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അണ്ണു സിറ്റി വന്നു. ആ സിറ്റി വരട്ടെ, ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ബാൽക്കണി, ലിറ്ററലി എൻ്റെ ബാൽക്കണി ഇത്. ഓക്കെ, ഇത് അത് ആ ബോർഡേഴ്സ് നോക്കണ്ട, എൻ്റെ മൗസ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇത് ഒരു സ്ലൈഡിങ് ഡോർ. ഓക്കെ, ഇതാണ് സ്ലൈഡിങ് ഡോർ. ഓക്കെ, ഇതാണ്. ഇപ്പം ഇവിടെ ഒരു വാളുണ്ട്, ഇവിടെ ഒരു വാളുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഗ്രില്ല് പോയേക്കുന്നത്, നമ്മുടെ ഈ സേഫ്റ്റി ഗ്രില്ല്. നമ്മളിങ്ങനെ 2 കമ്പി, എന്നിട്ട് ഇങ്ങനെ താഴോട്ട് അത് വരക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ. ഇത് ഞാൻ എത്ര നേരം വരച്ചോണ്ടിരിക്കൂടെ. ഇത് എന്തുവാ ഇത്? തീരത്തില്ലയോ ഇത്? പണ്ടാറം പിടിക്കാനായിട്ട്. എന്താടാ ഇത്? ഇത് നമ്മുടെ ബാൽക്കണിയാണിത്. ഇത് ഫ്ലാഗ് ഒന്നും അല്ലടാ, ഇത് ബാൽക്കണി. ഇതാണ് ബാൽക്കണി. അപ്പോൾ ഇങ്ങനെ ഇതാണ് ബാൽക്കണി. ഇത് സ്റ്റേജ് അല്ല, ഇത് ബാൽക്കണി. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെ കർട്ടനുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ ഇത് ഒരു മിനിറ്റ്, ഇത് വലുതാക്കി ഇടാൻ പറ്റും, ഒരു മിനിറ്റ്. അങ്ങനെ ഞാൻ ഇത് കർട്ടനാണ്. ഇതാണ്ട് ഇങ്ങനെ ബാൽക്കണി, ഫുള്ള് ബാൽക്കണി ഇതാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഇത്ര ഒരു പേയ്മെൻ്റ് ഉണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ ഡൈനിങ് റൂം. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ രാത്രി ഞാനിങ്ങനെ വിളക്ക് കണ്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചേക്കുമായിരുന്നു. ഓക്കെ, ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഞാനൊരു ദിവസം ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഞാനൊരു ദിവസം ഇങ്ങനെ പോയ സമയത്ത് ഞാൻ വിചാരിച്ച് വിളക്ക് കത്തിക്കുമ്പം സാമ്പ്രാണിത്തിരി കത്തിക്കണമല്ലോ. അങ്ങനെ സാമ്പ്രാണിത്തിരി കത്തിച്ച് ഭയങ്കരമായിട്ട് പുകയാകുന്ന സമയത്ത് ഞാനൊരു കാര്യം ചെയ്ത്, എന്നാൽ പിന്നെ ഇവിടെ കൊണ്ട് വെക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് സാമ്പ്രാണിത്തിരി സാമ്പ്രാണിത്തിരി കൊണ്ട് കത്തിച്ച സമയത്ത്, എന്നിട്ട് ഞാൻ ഇതുവഴി കൂടെ കയറി എൻ്റെ ബെഡ്റൂമിൽ പോയി. ഇതാണ് എൻ്റെ ബെഡ്റൂം, ഈ റൂം. അങ്ങനെ ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാവിലെ ഞാൻ എണ്ണിറ്റു. ഒന്നും കൂടെ ആദ്യം തൊട്ട് പറയാം. രാവിലെ ഞാൻ എണ്ണിറ്റ് കഴിഞ്ഞപ്പോൾ സുമയുടെ കോള് വന്നു. മോനെ, ഇന്ന് നല്ല ദിവസമാണ്, മോനൊരു കാര്യം ചെയ്യും, വിളക്കൊക്കെ കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ സുമ പറഞ്ഞല്ലേ അവോയ്ഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് വിളക്ക് കത്തിക്കാനും പറഞ്ഞിട്ട് വിളക്ക് കത്തിച്ചു. കുളിച്ച് വന്നിട്ട് ഞാൻ ഈറനോടെ ഇവിടെ കൂടി ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ വിളക്ക് കത്തിച്ചു. അപ്പോൾ ഇവിടാണ് ഡൈനിങ് ടേബിൾ ഇരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഞാനൊരു കാര്യം ചെയ്തു വെച്ചാൽ എൻ്റെ അടുത്ത് സുമ പറഞ്ഞു, സാമ്പ്രാണിത്തിരി അഗർപതീസ് അമ്മുമ്മ. അങ്ങനെ അമ്മൂമ്മ പറഞ്ഞ് അഗർബത്തീസ് കത്തിച്ച് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാ റൂമിലും കൊണ്ട് അഗർബത്തീസ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നടന്നു. അപ്പം അഗർബത്തീസ് കത്തിച്ചിട്ട് ഞാൻ നേരെ കൊണ്ടിട്ട് അത് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു പാർട്ടിൽ വെച്ചു. ഈ ഒരു പാർട്ടിൽ വെക്കുന്ന സമയത്ത് അഗർബത്തി ഇവിടെ നിന്ന് കത്തുവാണ്. അപ്പം റൂം ഫുൾ പൊഹ. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് റൂം ഫുൾ പൊഹ. ഓക്കെ, അപ്പോൾ ഈ പൊഹ ആയ കാരണം ഞാൻ ഫുൾ പൊഹ, അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് പൊഹ ആയ കാരണം ഞാൻ വിചാരിച്ചു, എന്നാൽ അഗർബത്തീസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവെക്കാം, പുകയാവത്തില്ലല്ലോ. ബാൽക്കണി ഫുൾ എയർ സർക്കുലേറ്റഡ് ബാൽക്കണിയാണ്. നെറ്റുണ്ട് ഇവിടെ. ഇത് നെറ്റാണ് കേട്ടോ, ഇത് നെറ്റാണേ. അപ്പോൾ ഇവിടെ ബാൽക്കണി കൊണ്ട് ഞാൻ ഇവിടെ വെക്കുന്ന സമയത്ത് ബാൽക്കണി ഇവിടെ ഇരുന്ന് ആക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ ആ സാമ്പ്രാണിത്തിനെ അവിടെ കൊണ്ട് വെച്ചിട്ട്
ഞാൻ റൂമിലോട്ട് തിരിച്ചു വന്നു. ഞാനൊരു 1.5 മണിക്കൂർ സ്ട്രീം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് എൻ്റെ ഡൈനിങ് റൂം കാണാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കരി. എന്നിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ബാൽക്കണിയും ഫുൾ കരി. ഞാനങ്ങ് നോക്കുന്ന സമയത്ത് എൻ്റെ ഇവിടെ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ചെടിച്ചട്ടി. അഗാധമായ കാറ്റ് മൂലം ഈ മറ്റേ സാമ്പ്രാണിത്തിരിയുടെ ബിറ്റ്സ് ആൻഡ് പീസസ് ഈ ഉണങ്ങിയ ഇലയിലോട്ട് വന്ന് വീണു. ഉണങ്ങിയ ഇല കത്തി തുടങ്ങി. ഉണങ്ങിയ ഇല തീ പിടിച്ചു. ആ ഉണങ്ങിയ ഇല തീ പിടിച്ചപ്പം ഈ വുഡൻ ചെടിച്ചട്ടി ഇരുന്ന് തീ പിടിച്ചു. അങ്ങനെ മറ്റേ ചീനച്ചട്ടിയോ വുഡൻ ചെടിച്ചട്ടി ഇരുന്ന് കത്തി ഫുൾ തീ. കാരണം എൻ്റെ ഫോൾ സീലിംഗ് മൊത്തം താഴെ തൂങ്ങി വീണ് ഈ നെറ്റ് ഇത്രയും ഭാഗം 2 വലിയ തുള. കാരണം ഇത്രയും കത്തി അങ്ങ് പോയെന്നേ. കത്തി അങ്ങ് പോയി. നോക്കുന്ന സമയത്ത് ഞാൻ ഇതിലെ കൂടെ ഇറങ്ങി വരുവാണ്. എനിക്ക് എൻ്റെ ഡൈനിങ് റൂം കാണാൻ വയ്യ, മൊത്തം തീ. ഞാൻ ബാൽക്കണി വന്നപ്പോൾ നിന്ന് കത്തുകയാണ് ബാൽക്കണി. അങ്ങനെ നോക്കിയ സമയത്ത് 2 വലിയ തുള. അങ്ങനെ ഡേയ്സ് പാസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇത്രയും വലിയ തുളകൾ കാരണം ഒരു മിനിറ്റ് മക്കളെ, കുറച്ചുകൂടെ അങ്ങനെ നമ്മൾ 2 വലിയ തുള. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞു. എൻ്റെ സാമ്പത്തിക ഒരു ഇത് മൂലം എനിക്ക് ഈ സ്ലൈഡിങ് ഡോസ് മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തുള അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ പ്രാവിൻ്റെ ശല്യം കാരണം പണ്ടുണ്ടായിരുന്ന എൻ്റെ ഒരു ലുങ്കി എടുത്ത് ഞാൻ ഇവിടം മുതൽ ഇവിടം വരെ കെട്ടിയിട്ടു. മുണ്ടെടുത്ത് കെട്ടിയിട്ടു, പ്രാവ് കയറണ്ടെന്ന് വെച്ചിട്ട്. അപ്പോഴും താഴെ വേറൊരു തുള അപ്പോഴും ഇരിക്കുകയാണ്. ഓക്കെ, ആ തുള മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ ചെയ്തേ, ഞാൻ താഴത്തെ തുള മാറ്റിയിട്ടില്ല. താഴെ തുള മാറ്റാതിരിക്കാൻ വേണ്ടി പ്രാവ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കസേര ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം ഒന്നും കയറത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 1.5 മാസം കഴിയുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ 13th ഫ്ലോർ ഉണ്ട്, 12th ഫ്ലോർ. ഇത് 12th ഫ്ലോറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 12th ഫ്ലോറിൻ്റെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12th ഫ്ലോറിൻ്റെ ഷെയ്ഡിൽ വലിയൊരു തേനീച്ചക്കൂട്, ഇങ്ങനെ ഇരിക്കുന്നൊരു തേനീച്ചക്കൂട്. മൊത്തം തേനീച്ച, ബീസ്, ഓൾ ഓവർ ബീസ്, തേനീച്ചക്കൂട്. അങ്ങനെ ഈ തേനീച്ചക്കൂട് ഫ്ലാറ്റിൻ്റെ വലിയ പുരുശല്യമായി മാറി. 13th ഫ്ലോർ, 12th അല്ല 13th ഫ്ലോർ. ഞാൻ 11th ഫ്ലോറാണ്. ഇത് 11th, ഇത് 12th, 13th. ഓക്കെ, ഇത് 13th. ഓക്കെ, അങ്ങനെ ഫ്ലാറ്റിലെ സെക്രട്ടറി അവസാനം തീരുമാനിച്ചു 13th ഫ്ലോറിലെ ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ഇത് ഇളക്കി കളയാൻ ഫ്ലാറ്റിലെ സെക്രട്ടറി ഇത് ഇളക്കി കളയുന്ന ടീമിനെ കൊണ്ടുവന്നു. ഓക്കെ, അന്ന് തലേന്ന് രാത്രി സെക്രട്ടറി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു തേനീച്ച എന്തുവായിരുന്നു മെസ്സേജ്. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ കള്ളം പറയുന്നതൊന്നും അല്ല ഇത്. ഞാൻ ഇതോ കള്ളം പറയേണ്ട ആവശ്യം എന്തോ മോനെ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരണം എന്നുള്ളതാണല്ലോ. അസറ്റ് ബിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. Good morning. There is a beehive on 13th floor. It's on glass window side. We can't open the whole balcony because of bees. Please take care of it soon as possible. Okay. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ
സെക്രട്ടറി ഇട്ടു. ഈ ബി ഹൈവ് ഓൺ 12th ഫ്ലോർ അല്ല 13th ഫ്ലോർ വൈകുന്നേരം 3 മണിക്കും 5:30ക്കും ഇടയ്ക്ക് റിമൂവ് ചെയ്യും. ഓക്കെ, വേണ്ട, ഇതാണ് സംഭവം. റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ മെസ്സേജ് ഞാൻ മ്യൂട്ടാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ എന്നെ MNC കൊടുക്കാത്തതുകൊണ്ട് കൂടെ കൂടെ പിടിച്ച് ടാഗ് ചെയ്യും. ശരത്, വേർ ഈസ് ദ MNC? MNC ഡ്യൂ എന്ന് പറഞ്ഞ് എന്നെ ടാഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് പ്രതിഷേധമായിട്ട് ഞാൻ ആ ഗ്രൂപ്പ് അങ്ങ് മ്യൂട്ട് ചെയ്ത് വെച്ചു. ഞാനിത് അറിയുന്നില്ല. അങ്ങനെ അറിയാതെ ഞാൻ വൈകുന്നേരം ആയപ്പം എനിക്ക് കുളിമുറി കുറേ നേരം ഇരുന്ന് കുളിക്കുന്ന പരിപാടിയുണ്ട്. യൂഷ്വലി ഞാനൊരു 10, 20, 15 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് ഷവറിൻ്റെ കീഴിൽ നിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ നിന്ന് കൊടുക്കും. മക്കളെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഈ കടന്തൽ കൂട് വന്ന് ഇളക്കിയിട്ട് എല്ലാം ക്ലോസ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ കണ്ടില്ല. എടാ, ഞാൻ എന്തോ ദൈവഭാഗ്യത്തിന് എൻ്റെ ഡൈനിങ്ങിലോട്ടുള്ള സ്ലൈഡിങ് ഡോർ ഞാൻ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട്, അതായത് ഞാൻ എപ്പോഴും ക്ലോസ് ചെയ്തിടും, കാരണം പൊടി കയറുന്നുണ്ട്. ഞാൻ കുളിച്ചിട്ട് വന്ന് നോക്കുന്ന സമയത്ത് എടാ, ഈ തേനീച്ചകൾ ഫുള്ള് എൻ്റെ ബാൽക്കണി കയറി എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ 2300 2500 രൂപയും കൂടെ കൊടുത്താണ് ആ ഇളക്കിച്ചപ്പന്മാരെ കൊണ്ട് തന്നെ വന്ന് എൻ്റെ വീട്ടിനകത്തോട്ട് കയറ്റി ഇവന്നെ പറഞ്ഞു വിട്ടത്. ഈ വലിയ തുള ഇപ്പോഴും ആ തുളയുണ്ട്. ഇപ്പോഴും ആ തുള ഞാൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് തേനീച്ചകളെ കാണുമ്പോൾ എനിക്കുള്ള ഓർമ്മ. ജോണി വെയിറ്റിംഗ്. ഇവിടെ മനുഷ്യൻ തുള തേനീച്ച കയറിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോണി വെയിറ്റിംഗ്. ജീവിതം പോകുന്ന കേസാണ്. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വരച്ചു ഇതിനകത്ത്. നമ്മൾ ആദ്യം ബാൽക്കണി വരച്ചു, ബാൽക്കണിയിലെ കമ്പി വരച്ചു, താഴെ വരച്ചു, ഡൈനിങ് റൂം വരച്ചു, വിളക്ക് വരച്ചു, ടേബിൾ വരച്ചു, സാമ്പ്രാണിത്തിരി കൊണ്ട് വെച്ചത് വരച്ചു, പുഹ മൊത്തം പുഹ വരച്ചു, ആ സാമ്പ്രാണിത്തിരി എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചത് വരച്ചു. ഫക്ക് മീനും ഞാനിത് എന്തൊരു പറയുന്നത്, മറ്റേ ഫ്രെയിം ചെയ്ത് വെക്കണം ഇതൊക്കെ. എന്തൊരു അണ്ടിയാടാ ഇത് ഞാൻ വരച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കറക്റ്റ് തേനീച്ചയായിട്ട് തോന്നിയില്ലേ? സത്യം പറയണം. ദിസ് ലുക്സ് ലൈക്ക് എ തേനീച്ചക്കൂട് പോലില്ലേ ഇത്? അണ്ണൂന് രാജമൗലിയുടെ സിനിമയിൽ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടറായിട്ട്